അപ്പോൾ അവിടുന്ന് ചാവക്കാടി അടി അതേമാതിരി ചെറുമൽ ഫിഷസ് നമ്മൾ ചാവക്കാട് തൃശ്ശൂർ വന്നതാ ആരാപ്പയ്മ നമ്മുടെ സാധനമാണ് പോകല്ലേ. അപ്പോൾ നട്ടപ്പാതിരിക്ക് നമ്മുടെ ഷമീറട്ടം വിളിച്ചിട്ട് ഒരു ആരാപ്പയ്മ ഉണ്ടാക്കി ഉണ്ടാവണമായിരുന്നു. അപ്പോൾ ഒന്നും നോക്കിയില്ല, നമ്മൾ നേരെ കയറി ചാവക്കാട് അടി എന്താ സാധനം പൊക്കി. അപ്പോൾ ഞങ്ങൾ കാണിക്കല്ലേ ഇതുണ്ട് അതേമാതിരി ഷമീറേട്ടനൊരു ചാനലുണ്ട്, അതും ഇതേമാതിരി ഫിഷിംഗ് ആയിട്ട് സെറ്റപ്പ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അരാപ്പയ്മേനെ കൊണ്ടുപോയി വെട്ടി സൈസാക്കി തിന്നാൻ പറ്റുന്ന രീതിയിൽ സാധനം കിട്ടിയത്. അപ്പോൾ അയ്യോ മുടിഞ്ഞ താനാണ് തേങ്ങ അയ്യോ നിന്റെ ഒരു കൈ വേണ്ടാണെങ്കിൽ വേണം. അപ്പളേ സാധനം കണ്ടോ, അരാപ്പയ്മയാണ്. ഒരു 10-40 കിലോ വരും. വലുപ്പമുണ്ട്. അതെ, 5 അടി വലുപ്പം, 5 സംതിങ് ഉണ്ട്. നമ്മുടെ അത്ര വലുപ്പമുണ്ട് സാധനം. അപ്പോൾ ഈ സാധനം നമ്മുടെ നാടൻ ബ്ലോഗേഴ്സ് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് ഈ സാധനം ഇവിടെ കറക്റ്റിക്കാൻ എനിക്ക് വയ്യ പിടിക്കാൻ. അപ്പോൾ നമ്മളെ ഈ സാധനം നല്ല ടോപ്പായി കട്ട് ചെയ്തിട്ട് പീസാക്കും. പീസാക്കിയാൽ ഒന്നാമത് ഇത്ര വലിപ്പമുള്ള മീനുകൾ തിന്നാൻ പറ്റുള്ളൂ. വെറുതെ ഫുള്ളായിട്ട് വരഞ്ഞ് ഗ്രില്ല് ചെയ്തായാലും ഉള്ളിൽ പച്ചച്ചൂരുണ്ടാവും. വെറുതെ തിന്നാൻ പറ്റില്ല, തൊടിക്ക് തന്നെ പറ്റില്ല. അപ്പോൾ നമ്മൾ നേരെ കട്ട് ചെയ്ത് നേരെ ഫ്രൈ ചെയ്തിട്ട് നല്ല ടോപ്പ് ബിരിയാണി ആക്കിയിട്ട് എല്ലാവർക്കും ഉള്ള ലെവലിൽ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ പോരും ഇവിടെ തിരിഞ്ഞു നടന്നു ഒറ്റയ്ക്ക് പോരോ. അയ്യോ ഇതിൻ്റെ ചെതമ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ 1.5 സാധനമാണ്. എങ്ങനെ പോയാലും നല്ല ബലം വരും. ഉണ്ടോ കയ്യുണ്ട് കേട്ടോ, നോക്കി കൊടുക്കുന്നത്. അയ്യോ സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. പൊട്ടി തുടങ്ങാം. അവിടെ കയറുക. അപ്പളേ കുറേ പണിക്ക് ശേഷം ഇതാ കഴുകി സെറ്റാക്കി സാധനം റെഡി. അപ്പോൾ അതാ മഞ്ഞപ്പൊടി, ഫിഷ് ഫ്രൈ മസാല, മുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് സാധനമേ ഉള്ളൂ. പോരാത്തിന് ഇതാ നല്ല കുറച്ച് സുറുക്കി ഇനി മിക്സ് ആക്കുക. ടോപ്പായി സാധനം ഇങ്ങനെ മസാല സെറ്റായി വരണം. മിക്സ് ആവട്ടെ. അങ്ങനെ അപ്പോൾ ഓരോന്നോരോന്ന് എടുത്തിട്ട് മസാല തേമ്പി കൊടുക്കലേ നടക്കുള്ളൂ. സാധനം കുറേ ഉണ്ട്. ഈ സൈഡ് തേക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അതെ ഇങ്ങോട്ട് മാറി നമ്മനെ അടുത്ത് വരട്ടെ. ചട്ടിയൊക്കെയല്ലേ? ഓ വരി എണ്ണ ചൂടായി തിളച്ച് വരുന്നുണ്ട് കേട്ടല്ലേ. 1 2 സൈഡല്ലേ നല്ല ഇറങ്ങിക്കാം മുട്ട.
ഒരു സൈഡ് വെറുപ്പിച്ചാൽ മറ്റേ സൈഡ് ഓടെ ആയിക്കോട്ടെ. തെറിക്കും പൊട്ടിയ കളിയില്ല കേട്ടോ. ആടിപ്പോയി ഒരു സൈഡ് സെറ്റല്ലേ? ഓ അതന്നെ. അപ്പോൾ ലൈറ്റ് വല്ലാണ്ട് പോയിക്കണു. നമ്മൾ റൈസ് സെറ്റിയാണ് കുറച്ചധികം കേട്ടോ. കുറച്ച് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതാ നല്ല ടോപ്പ് ഗ്രേവി നമ്മളാ സെയിം തേച്ച മസാല ഇട്ട് ഇതാക്കിയതാണ്. ഓരോ തട്ട് റൈസ് പീസ് നമ്മൾ ഇതിലിതാ അങ്ങനെ വെതറിട്ട് കൊടുക്കാം. ഇതിനിടയിൽ മീൻ വെച്ച് കഴിഞ്ഞാൽ പൊടിഞ്ഞ് എല്ലാം അവിടെ ഇവിടെ ആവും. ആർക്കും തിന്നാനും കിട്ടില്ല, ഒന്നും കിട്ടില്ല. അപ്പോൾ മീൻ അവസാനം സെപ്പറേറ്റ് കഴിക്കുക കേട്ടോ. ഈ ഒരു മീൻ അങ്ങോട്ട് പോന്ന പൊരിച്ച പീസാണ്. ഉഴരുത്. ആയിവാ സെറ്റായിരിക്കട്ടെ. അടുത്ത വിടുക ഈ പീസ അത് പൊടിയേ രണ്ട് പീസ് ഇതിൻ്റെ മേലെ പോട്ടെ. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലശം മസാല ഇതിൻ്റെ മേലെ ഇതാ തേമ്പിട്ട് കൊടുക്കാം. അപ്പോൾ കഴിക്കാനുള്ള പരിപാടിയൊക്കെ അല്ലേ? ആ അപ്പോൾ അരാപ്പയ്മ ബിരിയാണി 40-40 കിലോ ഉള്ള സാധനത്തിനെ വെട്ടി സൈസാക്കി പൊരിച്ച് ബിരിയാണി ആക്കി. ശരിക്കും എൻ്റെ ജീവനോടുള്ള വില പറഞ്ഞു കഴിഞ്ഞാലേ ഒരു സംഖ്യ ഉണ്ടാവും. ഒരു 80, 90, 1-1.5 ഉറുപ്പിക അടുത്ത് സാധനം. ആ കുട്ടിക്ക് ഇത്ര പോന്ന കുട്ടിക്ക് 6 ഉറുപ്പിയാണ് പറയാം, 6 ഉറുപ്പിയാണ് പറയാം. അപ്പോൾ വലിയ 10-40 ഉള്ള സാധനത്തിന് എങ്ങനെ പോയാലും ഷോക്കൊക്കെ പോകുന്ന സാധനങ്ങളാവും. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും. ഞാനെന്നുണ്ടെങ്കിലും കുറച്ച് സാലഡ് കഴിച്ചോ. വെള്ളം അതിന് നോക്കണ്ട. കൈത്ത് നീയേ എന്താ അറിയോ നമ്മള് അപ്പോൾ കഴിക്കല്ലേ? ഇതിന്ന് നല്ല ടോപ്പ് പീസ് ഇതാ ആയിഷ് എടുത്തോ. നല്ല അടിപൊളി ഇതാണ്. നമ്മളീ സാധനം പൊരിക്കണേൻ്റെ മുന്നേ നമുക്ക് മനസ്സിലാവും ഈ സാധനം അടിപൊളിയായിട്ട് വേവും ചെയ്യുന്നു, അതേമാതിരി നല്ല പഞ്ഞവുന്നു. കാരണം അത്ര സോഫ്റ്റ് ആവുന്നു ഈ സാധനം പൊരിക്കണേൻ്റെ മുന്നേ. അതെ, അതുകൊണ്ട് നമ്മൾ ഇത്ര വലിയ പീസും ആക്കിയതും അതേമാതിരി ഇത്ര അടിപൊളിയായി മുരിച്ച് സാധനം എടുത്തത്. മീൻ പൊരിച്ചും അടിപൊളി കേട്ടോ. അരാപ്പായും കൂടെ അടച്ചിട്ടുണ്ടല്ലോ, ടോപ്പണിക്ക് നല്ല പറ്റി. ആ പിന്നെ ഇത് ചിക്കനല്ലേ വെച്ച് വെച്ചിട്ടുണ്ട്. കളിക്കാൻ നീ കേട്ടോ. ടോപ്പ് പീസ് ഇങ്ങനെ ഉണ്ടാവുക. നല്ല മൊരിഞ്ഞ ടോപ്പ് സാധനം. പുറം മൊരിഞ്ഞു, ഉള്ളു നല്ല സോഫ്റ്റ് ആയ ഒക്കെ നല്ല പറ്റി. ഇതിൽ ഉപ്പൊന്നും അധികം അല്ലല്ലോ അല്ലേ? ഇല്ല. അപ്പോൾ ടോപ്പ് അരാപ്പയ്മ നമുക്ക് നല്ല പറ്റി. സാധനം എങ്ങനെ കിട്ടുമെന്ന് അറിയില്ല. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഉണ്ടാവും. അതെ, എത്ര വലുതാൻ പറഞ്ഞില്ല. ചെറുതിനെ തരും. ആധാരം കൊടുക്കേണ്ടി വരും. വലിയ പരിപാടികൾക്ക് മാത്രം എടുക്കാൻ പറ്റില്ല. അതെ. അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ പോയി ചാവക്കാട് പോയി സാധനം എടുത്ത് അവിടെ നിന്ന് അങ്ങനെ കൊണ്ടുവന്ന് ഒക്കെ സെറ്റ് ചെയ്ത് വെടിപ്പാക്കി ബിരിയാണി ആക്കി അല്ലേ?
അവിടുത്തെ പറയുന്നില്ല ഓക്കെ. ഇത് അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ വെച്ച് തീർക്കുകയാണ്. ലൈക്ക് ഷെയർ സബ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം അത്രയല്ലോ. അപ്പോൾ സബ് ചെയ്തിട്ട് ഇറങ്ങി പോവാം. ഇപ്പൊ കാര്യം പറയാം. അത്രേ ഉള്ളൂ. നല്ല ഇതുണ്ട്. ടോപ്പാട്ടോ രക്ഷയില്ല. 10,000 ഉറുപ്പിയല്ലേ വാങ്ങി കഴിക്കും. 10,000 റുപ്യ 6,000 ഉറുപ്പിയൊക്കെ ഉള്ളൂ. ചെറുതിന് ഇത്ര പോകുന്നല്ലോ. അതിന് പറക്കുക 10 വാങ്ങി 10 പറഞ്ഞ